ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു. അപ്പം ഞാനിപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഇങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതായത് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പുറത്തേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ അത് അമ്മയും കൂടി വരുന്നുണ്ട്. അപ്പം ഇവിടുത്തെ പപ്പയും മമ്മിയും ഇവിടെ ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് കൂട്ടായിട്ട് എൻ്റെ അമ്മയുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത്. അമ്മൂസിനൊക്കെ എക്സാം നടക്കുന്ന കാരണം അമ്മൂസ് രാവിലെ പോയി. മിന്നൂസിൻ്റെ എക്സാം തുടങ്ങിയില്ല, 20-ാം തീയതി തുടങ്ങുന്നത്. അപ്പോൾ അമ്മൂസ് 12:30 ആകുമ്പം വരും. അതിന് മുന്നേ ഞങ്ങൾക്ക് തിരികെ വരണം. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങിയതാണ് രാവിലെ. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ പോയത് ഒരു ഗിഫ്റ്റ് ഷോപ്പിലാണ്. നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന കടയിൽ തന്നെയാണ് പോയത്. അപ്പം നമ്മളൊരു കപ്പിൻ്റെ സെറ്റാണ് നോക്കിയത് കേട്ടോ. അപ്പോൾ കുറേ കപ്പുകൾ കണ്ടു. അപ്പോൾ എല്ലാം ഈ ഒരു മോഡലും പല ഡിസൈൻ കളറും വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഇലയും പൂവുള്ള, അതായത് നീല കളറിലെ പൂവും പച്ച ഇലയും കൂടെ കാണുന്ന ആ ഒരു കപ്പാണ് സെലക്ട് ചെയ്തത്. അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 450 അടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ട് അതൊക്കെ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് ഞങ്ങൾ പിന്നെ സ്റ്റേഷനറി കടയിലേക്കാണ് പോയത്. അവിടുന്ന് നമുക്ക് മുളകും മല്ലിയും പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ മുളകും മല്ലി ഇപ്പം വാങ്ങുന്നത് ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പെയാണ് നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ ആവശ്യത്തിനേക്ക് നമ്മൾ പൊടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആവശ്യത്തിനല്ല കേട്ടോ. ഞങ്ങൾ സ്കൂൾ അവധിക്ക് വെക്കേഷന് നമ്മൾ ഭോപ്പാലിലോട്ട് പോകുന്നുണ്ട്. അപ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഈ മുളകിൻ്റെ റേറ്റ് പല റേറ്റിലുള്ള മുളകുണ്ട്. ഏറ്റവും വില കൂടിയ മുളകിന് 500 സംതിങ് ആണ്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് 270ൻ്റെ മുളകാണ് കേട്ടോ. അത്ര എരിയില്ലാത്ത മുളകാണ്. അപ്പോൾ അങ്ങനെ മുളക് മല്ലി വാങ്ങി. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ അപ്പോൾ ഇവിടെ നിന്നാകുമ്പോഴേ എല്ലാം ഒരുമിച്ച് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തന്നെ വാങ്ങിയത്. ഇതേ അപ്പം ഞാൻ വന്ന പാടെ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. ചൂടത്തുനിന്ന് വന്നതല്ലേ. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും നാരങ്ങ വെള്ളമല്ല, സോഡ നാരങ്ങ കേട്ടോ. പഞ്ചസാരയും നാരങ്ങ നീരോട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി ഇട്ടതാണ്. ഇതേ പഞ്ചസാരയും നാരങ്ങ നീരോടെ അടിച്ചെടുത്തത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ ഗ്ലാസ് എടുത്തത്, ദാഹം തീരണമെങ്കിൽ ഗ്ലാസ് തന്നെ നമുക്ക് വേണം. അപ്പോൾ ഇതിൽ ഞാനിനി കുറച്ച് കസ്കസേ പോകുമ്പോഴേ ഞാൻ കുതിർത്ത് വെച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് കസ്കസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ നല്ല ചിൽഡ് സോഡ ഇനിയും പൊട്ടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൊള്ളാവോ? മധുരം കുറവ് മാത്രമോ? ഞാൻ കുറച്ച് മധുരം ഇട്ടുള്ളൂ. ക്ഷീണം മാറാൻ എത്ര മാത്രം മതി ഇല്ലയോ? അപ്പോൾ അതേ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കണ്ടോ. അപ്പോൾ കുറേ സാധനം വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കുറച്ച് 5 കിലോ അരി വാങ്ങിച്ചിട്ടുണ്ട്. കുത്തരിയാണ് വാങ്ങിച്ചത്. പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട്. കിഴങ്ങ്, ക്യാരറ്റ്, വെളുത്തുള്ളി, കുക്കുംബർ, ബീട്രൂട്ട്, കൊച്ചുള്ളി, ഇത്രയും സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വിപ്പിംഗ് ക്രീം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ടേ അമ്മൂസിന് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അരിയില്ലാത്ത നമ്മുടെ കറുത്ത മുന്തിരിങ്ങ. ചൂടായതുകൊണ്ട് ഈ ഫ്രൂട്ട്സ് നമ്മൾ എത്ര കഴിക്കുന്നോ അത്രയും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഓറഞ്ച് 1.5 കിലോ 100 രൂപ. കറുത്ത മുന്തിരി, അരിയില്ലാത്ത മുന്തിരി 1 കിലോ 160. ഞങ്ങൾ 1/2 കിലോയെ വാങ്ങിയിട്ടുള്ളൂ. അപ്പം മുന്തിരിങ്ങ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അതേ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചതാണേ. അപ്പോൾ നമ്മൾ മുന്തിരിങ്ങ എപ്പോൾ വാങ്ങിയാലും നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുക്കാമെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഉപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം വിനാഗിരിയും ചേർത്തിട്ട് കഴുകുകയാണ് ഏറ്റവും നല്ലത്. മുന്തിരിങ്ങയിൽ അത്രത്തോളം വിഷാംശം ഉള്ള കാരണം നമ്മൾ കുറച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അല്പമെങ്കിലും വിഷാംശം ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരി ഇട്ടിട്ട് ഒരു 5 മിനിറ്റേലും ആ വെള്ളത്തിൽ അങ്ങനെ വെച്ചേക്കണം കേട്ടോ.
പിന്നെ ഇതാ ബാക്കി നമ്മൾ വാങ്ങിയ സാധനങ്ങളാണ്. അപ്പോൾ മാഗി വാങ്ങിയിട്ടുണ്ടായിരുന്നു, പപ്പടം വാങ്ങിയിട്ടുണ്ട്, ടാങ്ക് പൊടി വാങ്ങിയിട്ടുണ്ട്, കസ്റ്റാർഡ് പൗഡർ വാങ്ങിയിട്ടുണ്ട്, പിന്നെ പാലക്കിൻ്റെ മുറുക്ക്. പാലക്കിൻ്റെ മുറുക്ക് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ പാലക്കിൻ്റെ മുറുക്കാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് കാരണമാണ് ഞാനത് വാങ്ങിച്ചത്. ആ ബേക്കിംഗ് സോഡ കൂടി വാങ്ങിച്ചായിരുന്നു, അത് ഇവിടെ തീർന്നിരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയ ഗിഫ്റ്റൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളക് മല്ലി വാങ്ങിച്ചത് അവരവിടുന്ന് ചാക്കിൽ കെട്ടി കവറിൽ വെച്ചിട്ടെല്ലാം അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും കഴുകണ്ട, നാളെ രാവിലെ കഴുകി ഇടാമെന്ന് വെച്ചു വെയിലത്ത്. അപ്പോൾ അമ്മൂസിനെ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ വിപ്പിംഗ് ക്രീം കസ്റ്റാർഡ് പൗഡർ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പാൽ, മലനാടിൻ്റെ പാലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് 1 ലിറ്റർ പാൽ നമ്മൾ എടുക്കുകയാണ് ഐസ്ക്രീമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ നമുക്ക് മാറ്റണം. ഏകദേശം ഒരു 1/4 കപ്പ് പാൽ മാറ്റിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൽ ചെറുക്കി ഒന്ന് ചൂടാകുമ്പോൾ 1/4 കപ്പ് പാൽ മാറ്റിയിട്ട് അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇതേ നമ്മൾ ഈ സ്പൂണിന് 2.5 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പ് പാൽ കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം കട്ടയില്ലാതെ മിക്സ് ആക്കുവാണേ. അപ്പോൾ പാലൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 6-8 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മധുരം ഐസ്ക്രീം ആയതുകൊണ്ട് അത്യാവശ്യം വേണമല്ലോ. പിന്നെ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചത് അതുകൂടെ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കാതെ. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. പിന്നെ ഒത്തിരി അങ്ങ് കട്ടിയായിട്ട് കുറുകണ്ട. അപ്പോൾ പാല് നിർത്തിയതിന് ശേഷം അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പാല് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടൊക്കെ ഐസ്ക്രീം റെഡി ആക്കുന്നത്. അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മൾ പിള്ളേർക്കൊക്കെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷും ലാഭമാവും, അതേപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം കഴിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിയത് എത്രത്തോളം ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ബീറ്റ് ചെയ്തെടുത്തത് നമ്മുടെ ഇനി ഒരു ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം റാപ്പർ വെച്ചിട്ട് കൂടി ഞാനൊന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 8-9 മണിക്കൂറാണ് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ. പിന്നെ ഫ്രീസറിൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫ്രീസറിൽ നമ്മുടെ കൂളിങ് കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. അതായത് നമ്മൾ ഐസ് നല്ലതായിട്ട് കട്ടിയാവാൻ കൂളസ്റ്റിൽ അല്ലെങ്കിൽ ഡീപ്പ് കൂളിലായിട്ട് ആക്കി മാത്രമേ അത് നന്നായിട്ട് ഐസ് ആവത്തുള്ളൂ. അപ്പോൾ ഇതാ കുറച്ച് മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണേ. അപ്പോൾ ഇത് നമുക്കൊന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ദുഃഖവെള്ളി കാര്യങ്ങളൊക്കെ വരുമല്ലേ, അപ്പോൾ അന്നേരത്തേക്ക് നമുക്ക് കഞ്ഞിക്ക് വീട്ടിൽ വേണം. അതേപോലെ തന്നെ പല്ല് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ തൊലിയൊന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. തൊലി കംപ്ലീറ്റ് കളയല്ല, അങ്ങും ഇങ്ങുമൊക്കെ മാത്രമേ കളയൂ. പിന്നെ വെളുത്തുള്ളിക്ക് ഇപ്പം നല്ല വിലക്കുറവാണ് കേട്ടോ. 400 രൂപ കിലോ വന്ന വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ 200 രൂപയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളി വാങ്ങിയിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള വെളുത്തുള്ളിയാണ്, ഒരെണ്ണം പോലും കേടില്ല. അത്യാവശ്യം കുറച്ച് വലിയ അല്ലി കൂടിയാണ് കേട്ടോ, തീരെ ചെറുതുമല്ല. അപ്പോൾ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചേറെ വെളുത്തുള്ളി വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഈ കാലത്ത് എല്ലാവർക്കും ഇതറിയണമെന്നില്ല. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ചാമ്പയ്ക്ക എന്താണെന്ന് കേട്ടിട്ട് കൂടി ഇല്ലാത്ത പിള്ളേർ കാണും. അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് നമ്മൾ തന്നതാണ് കേട്ടോ ചാമ്പയ്ക്ക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സംഭവമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകുന്നതെന്ന്.
അങ്ങനെ ഒരു 9 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ ഐസ്ക്രീം എടുത്തത്. അപ്പോഴേക്കും നല്ലതായിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചതിന് ശേഷം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാമ്പയ്ക്കയും മാങ്ങയൊക്കെ നമ്മളെടുത്തത് കുറച്ച് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാന്താരിയും ഉപ്പും തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് വെച്ചതാണ്. അപ്പം ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂട് കാലത്ത് ഇതൊന്ന് കഴിച്ചിട്ട് വെള്ളം കുടിക്കുക. സൂപ്പർ ടേസ്റ്റാണ്.